ദൈവം അരുളി ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും ഉടനെ നിവർത്തിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവമക്കൾ. ചിലരുടെ ജീവിതത്തിൽ കുറച്ച് വാഗ്ദത്തങ്ങൾ നിറവേറി, ചിലരുടെ ജീവിതത്തിൽ ഒട്ടും വാഗ്ദത്തങ്ങൾ നിറവേറിയിട്ടില്ല. ചിലരുടെ ജീവിതം ഒത്തിരി ഹാപ്പിയാണ്, കാര്യം വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിച്ചു തന്നല്ലോ. ഞാൻ വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വചനം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലതും നിവർത്തിയാൽ. ഇന്ന് രാവിലത്തെ മെസ്സേജ്, സർവശക്തനായ ദൈവം നിന്നോട് പല സാഹചര്യങ്ങളിൽ, സ്വപ്നത്തിൽ, വെളിപ്പാടിൽ, ദർശനത്തിൽ, പ്രാർത്ഥനാ മുറിയിൽ, വചനധ്യാനത്തിൽ, വചനം വായിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിച്ചെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുള്ള ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ കാലവും സമയവും അടുത്തെന്നാണ് ഈ തിരുവചനത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ സന്ദേശം. സാഹചര്യത്തിന്റെ സമ്മർദ്ദം നിന്നെ വല്ലാതെ അമർത്തി ഇടുക്കി ഒതുക്കുവാൻ നോക്കുമ്പോൾ അതിൽ നീ ഒതുങ്ങുവാൻ പറ്റത്തില്ല. കാരണം നിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, അതിൽ ഒരു വാഗ്ദത്തം പോലും വിടാതെ സകലതും നിവർത്തിച്ചു തരാൻ പോവാം. നിന്റെ കണ്ണുകൾക്ക് വിസ്മയവും കാതുകൾക്ക് അത്ഭുതവുമാകത്തക്കവണ്ണം വാഗ്ദത്ത നിവർത്തി നിന്റെ കുടുംബത്തിനകത്ത് ഉടനെ വെളിപ്പെടുവാൻ പോകുകയാണ്. നിന്റെ പരാജയവും തകർച്ചയും കാണുവാൻ ചുറ്റുപാടുകൾ, സ്നേഹിതർ, ബന്ധുക്കൾ നോക്കി നിൽക്കുമ്പോൾ ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുവാൻ കഴിവുള്ള ദൈവം ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരട്ടെ. നീ കൊതിച്ച വിടുതൽ, നീ കണ്ട സ്വപ്നം, നീ പ്രാപിച്ച ദൂത്, നീ പ്രാപിച്ച അരുളപ്പാട്, വചനം, സ്വപ്നം, ദർശനം, വെളിപ്പാട്, ആദിയായ കാര്യങ്ങൾ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്തി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം പ്രവർത്തിക്കുവാൻ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ നീ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ആ വാഗ്ദാനങ്ങളെല്ലാം നിവർത്തിച്ചു തരണം. നിങ്ങളുടെ ജീവിതത്തില് വാഗ്ദത്ത നിവർത്തിക്ക് ഒരു തടസ്സമുണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ തടസ്സം മാറിപ്പോകട്ടെ. നീ കേട്ട വചനം, നീ കേട്ട ദൂത്, നീ കേട്ട അരുളപ്പാട് എല്ലാം താമസിക്കാതെ നിന്റെ കുടുംബത്തിൽ നിവർത്തിക്കാൻ പോവുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ വാഗ്ദത്ത നിവർത്തി ഞങ്ങളുടെ കുടുംബത്തിൽ വരട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും കണ്ടിട്ടില്ലാത്ത വാഗ്ദത്ത നിവർത്തി നിന്റെ മക്കളുടെ മേൽ വെളിപ്പെടണം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇറങ്ങി വന്ന് വലിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകണം. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരണം. പരിശുദ്ധാത്മാവോടെ നിറയ്ക്കണം. പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സകല വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു.